വീട് നഷ്ടപ്പെട്ട കുടുംബങ്ങൾ അംഗനവാടി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ താമസമായതോടെ കുട്ടികളും കുടുംബങ്ങളും ഒരുപോലെ ദുരിതത്തിലായി. ആലപ്പുഴ പുറക്കാടാണ് കഴിഞ്ഞ 3 വർഷമായി അംഗനവാടി കുട്ടികളും 3 കുടുംബങ്ങളും ഒരു കൂരയ്ക്ക് കീഴിൽ കഴിയുന്നത്. അംഗനവാടി കുരുന്നുകളും കുടുംബങ്ങളും ഒരേ ക്യാമ്പിൽ ദുരിതമനുഭവിക്കുന്നു. പുറക്കാട് പഴയങ്ങാടി കരിനില വികസന ഏജൻസി ഓഫീസ് കെട്ടിടത്തിലാണ് 3 കുടുംബങ്ങൾ കഴിഞ്ഞ 3 വർഷമായി ദുരിതത്തിൽ കഴിയുന്നത്. 80-ാം നമ്പർ അംഗനവാടിയും ഇതേ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. പഴയങ്ങാടി കിഴക്ക് വെള്ളം കയറിയപ്പോഴാണ് വീട് നഷ്ടപ്പെട്ട കുടുംബങ്ങളെ ഇങ്ങോട്ടേക്ക് മാറ്റി പാർപ്പിച്ചത്. ഇതിൽ ഷീറ്റ് കൊണ്ട് മറച്ചുവെച്ചാണ് പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ കഴിയുന്നത്. അടുക്കളയും കിടപ്പുമുറിയും എല്ലാം ഈ മറച്ച മുറിയിൽ തന്നെ. ഇവിടെ താമസിക്കുന്ന സുരേഷ് ഗീത ദമ്പതികൾ വർഷങ്ങൾക്ക് മുൻപ് ലൈഫ് പദ്ധതിയിൽ അപേക്ഷ നൽകിയിരുന്നതാണ്. കയറ്റുമ്പോൾ തോട് നിറയും. അങ്ങനെ വെള്ളം വാതിക്ക് നിന്ന് പെര ഇങ്ങ് എല്ലാവരുടെ സഹായത്തോടെ വെച്ചത് പോയി. ഇനിയിപ്പം 2017 അത് എല്ലാം പോകാറായത്. എനിക്കൊരു പെര ആരെങ്കിലും വെച്ച് തന്നാലും കുഴപ്പമില്ല. ഒരു പെര അത്യാവശ്യമായിട്ട് സാങ്ഷൻ ആയാലും ആക്കി തന്നാലും വളരെ ഉപകാരം. എനിക്കൊരു പ്രായമുള്ള ഒരു മോളുണ്ട്. ഞാൻ ഇന്നതുപോലെ കരിനില ഓഫീസിലാണ് ഇപ്പം താമസിക്കുന്നത്. ഇതിനകത്തൊരു അംഗനവാടിയുണ്ട്. അങ്ങനെ ഞങ്ങൾക്കൊരു പെര എത്രയും പെട്ടെന്ന് റെഡിയായി വരണമെന്നുള്ള അപേക്ഷിക്കുന്നു. ഇവിടെ താമസിക്കുന്ന വസുന്ധരയുടെ കുടുംബത്തിന് ലൈഫ് പദ്ധതിയിൽ ലഭിച്ച വീടിന്റെ നിർമ്മാണം എങ്ങും എത്താത്തതിനാൽ അവരും ഈ ക്യാമ്പിൽ തന്നെയാണ് താമസം. ഇവർ ഇവിടെ കഴിയുന്നത് അംഗനവാടിയുടെ പ്രവർത്തനത്തെയും സാരമായി ബാധിച്ചിരിക്കുകയാണ്. അംഗനവാടി മാറ്റി സ്ഥാപിക്കാനോ കിടപ്പാടം നഷ്ടപ്പെട്ട കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാനോ ഇതുവരെയും ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അമൃത ന്യൂസ്, ആലപ്പുഴ.